ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ അതായത് നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചിരുന്നത്, തേർഡ് പാർട്ടിനെ പറ്റി വിചാരിച്ചിരുന്നത്, നിങ്ങളുടെ പേഴ്സന്റെ ഒരു എന്റർടൈനർ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിന് റിലീഫ് കിട്ടുന്ന, മനസ്സിന് സന്തോഷം കൊടുക്കുന്ന, അവരുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിലാണ് തേർഡ് പാർട്ടിനെ പറ്റി വിചാരിച്ചിരുന്നത്. ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന്. പക്ഷെ ആ പ്രതീക്ഷകൾക്കൊത്തോ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഇവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. മനസ്സിലായ? നമ്മൾ വാക്കുകളല്ലല്ലോ പ്രവൃത്തി. വാക്കുകൾ കൊണ്ട് പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പല വാഗ്ദാനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം. പക്ഷെ പ്രവൃത്തിയിലോട്ട് വരുമ്പോൾ കാര്യങ്ങളൊക്കെ മാറും. ഇത് തേർഡ് പാർട്ടി നല്ല രീതിക്ക് വാക്കുകൾ കൊണ്ട് നല്ല പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ പ്രതീക്ഷയും കൊണ്ടുപോയ ആള് ഇപ്പൊ അവിടെ നിന്ന് കിട്ടും എന്ന് പറയുന്ന, അല്ലെങ്കിൽ തേർഡ് പേഴ്സന്റെ കയ്യിൽ നിന്ന്, തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് പല കാര്യങ്ങളും വാങ്ങിച്ചെടുക്കാം. പല കാര്യങ്ങളും എന്റർടൈൻമെന്റ് റിലീഫ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും എനിക്ക് സന്തോഷമായിട്ട് നിൽക്കാം, മനസ്സിന് എന്റർടൈൻമെന്റ്, അല്ലാന്നുണ്ടെങ്കിൽ മനസ്സിന് നല്ല രീതിക്ക് ഒരു സന്തോഷം, എനിക്ക് ഒരു സ്ട്രെസ് റിലീഫ്, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ആള് ഇപ്പൊ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ അനുഭവിക്കുന്ന കാര്യങ്ങൾ അത് ഇപ്പൊ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പല കാര്യങ്ങളും അങ്ങോട്ട് കൊടുക്കുക. പല കാര്യങ്ങളും അവരുടെ കയ്യിൽ നിന്ന് പല കാര്യങ്ങളും അടിച്ചു മാറ്റാന്ന് വിചാരിച്ചിട്ട് എല്ലാം അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കുക. പണസംബന്ധമായിട്ടുള്ള ഇടപാടാണെന്നുണ്ടെങ്കിലും വേറെ പല ഇടപാടുകളാണെന്നുണ്ടെങ്കിലും അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇത് അവിടെ തന്നെ സ്റ്റക്കായിട്ട് പോവുക, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ തന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ എങ്ങും അനങ്ങാൻ പറ്റാത്തുള്ള സിറ്റുവേഷനിലായി അവിടെ പെട്ടുപോകുന്ന ഒരവസ്ഥ. കാരണം അവര് പല വാഗ്ദാനങ്ങളും കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണെ. അങ്ങനെ ചെയ്തു തരാം, ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ കൂടെ ഉണ്ടാവും, ഇങ്ങനെ കൂടെ ഉണ്ടാവും, നമുക്ക് പല കാര്യത്തിലും നിങ്ങൾക്ക് പല സ്വപ്നങ്ങളുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളെല്ലാം ഉള്ളതാണ്, അതിനെല്ലാം ഞാൻ കൂടെ നിന്ന് പ്രവർത്തിക്കാം, ഞാൻ കൂടെ നിങ്ങൾക്കൊരു ഹെൽപ്പായിട്ട് ഉണ്ടാകാം. പക്ഷെ ആ സ്വപ്നങ്ങളൊന്നും നടക്കുന്നില്ല. പ്രതീക്ഷകൾക്കൊത്തൊന്നും ഉയരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇവര് പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ പേഴ്സന്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഇവരിൽ നിന്ന് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കുക. അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് എന്താ പറയാ, എല്ലാ തരത്തിലും നിങ്ങളുടെ പേഴ്സണ് ഈ പറയുന്ന പോലെ പല രീതിയിലുള്ള ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഉണ്ടാകും. കാരണം പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാരത്തി വിചാരിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു രാജപദവി, രാജതുല്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മനസ്സിൻ്റെ അകത്ത് ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കണം എൻ്റെ ജീവിതത്തിൽ വരണം എന്നൊക്കെ ഈ ആള് വിചാരിച്ചിരുന്നത്. നരസിംഹ മന്നാടിയാരാണെന്നും പറഞ്ഞ് കേറിപ്പോയി കൊടുത്തത്. അതായത് നരസിംഹ മന്നാടിയാരാണെന്നും പറഞ്ഞ് ചെന്ന് കയറിയ സ്ഥലം കുളപ്പുള്ളി അപ്പന്റെ വീടായി പോയി. അതെനിക്ക് പറയാനുള്ളൂ. മനസ്സിലായോ? തെറ്റിദ്ധാരണയുടെ പുറത്ത്. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ,
തെറ്റിദ്ധാരണയുടെ കാര്യങ്ങളുടെ പുറത്ത് അങ്ങനെ ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാകും എന്നുള്ള ആ ഒരു ഇതില് കയറിപ്പോയി. പക്ഷെ അങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങളിൽ വീണുപോയി, അല്ലാതെ വേറെ പരിപാടികളൊന്നുമില്ല. ഇത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം നാളുകളായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെ അകത്ത് കൊണ്ടു നടക്കുന്നതോ സീക്രട്ടായിട്ട് ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്നതോ ആയിട്ടുള്ള കാര്യമാണ്. സീക്രട്ടായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾ കുറച്ച് നാളായിട്ടുള്ളൂ, ചില ആളുകൾ ഇതിത്തിരി കുറച്ച് നാളിൽ കൂടുതലായി, അങ്ങനെയുള്ള ഒരു ഇതും കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? പക്ഷെ ഇവരുടെ ഈ തേർഡ് പാർട്ടിയുടെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരയിട്ട് കൊടുക്കും, എന്നിട്ട് വലിയ വലിയ കാര്യങ്ങൾ പിടിക്കും. ചെറിയ ഇരയിട്ട് കൊടുത്ത് വലിയ അങ്ങോട്ട് ഫുള്ളായിട്ടുള്ള ആ കാര്യങ്ങൾ അത് മുഴുവനും അങ്ങോട്ട് എടുക്കും. അതിപ്പോ സാമ്പത്തികമാണെന്നുണ്ടെങ്കിലും ഫിസിക്കൽ അറ്റൻഷൻ ആണെന്നുണ്ടെങ്കിലും ഇവരുടെ പ്രസൻസ് ആണെങ്കിലും എന്ത് പരിപാടിയാണെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ പേഴ്സന് അടിയുറച്ച വിശ്വാസമാണ് ഇതിൻ്റെ അകത്ത് കൊണ്ടെത്തിക്കുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള പരിപാടികളുടെ മൂല കാരണം. ഇവരെ അടിയുറച്ച വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് അതായത് ഈ തേർഡ് പാർട്ടി നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് ആനയുണ്ട് ചേനയുണ്ട് മാങ്ങയുണ്ട്, അവർ വലിയ ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള ധാരണ അവർക്കുണ്ടെങ്കിൽ അവർക്ക് കൊള്ളാം എന്നല്ല ഈ ആള് വിചാരിക്കുന്നത്. അവർക്കുണ്ടെങ്കിൽ എനിക്കും കൂടി ഉപകരിക്കുമെന്നാണ് ഈ മച്ചമ്പി ചിന്തിക്കുന്നത്. അതിലുള്ള തെറ്റാണ്. അപ്പൊ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോ എന്താണ്, അവിടെ ഒന്നും കിട്ടിയില്ല, ഇവിടെ നിന്നുള്ളതൊക്കെ നല്ല രീതിക്ക് പോകുന്നുണ്ട്. മനസ്സിലായോ? ഇതിൻ്റെ അകത്ത് നല്ല ശക്തമായി, വളരെയധികം ശക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ബ്ലാക്ക് മാജിക് എനർജി കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള രീതിയിലും അവിടെ നിന്ന് എങ്ങും പോകാതെ സ്റ്റക്നെസ് ആയിട്ട് വരിക, അല്ലാന്നുണ്ടെങ്കിൽ നല്ലത് ഏതാണ് ശരി ഏതാണ് തെറ്റേതാണ് ഒന്നും അറിയാൻ പറ്റാതെ വരിക, ഒരു പരിപാടിയും കണ്ണിൽ കാണാൻ പറ്റാത്ത അവസ്ഥ. ഇനി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇനി എന്താണ് എൻ്റെ പരിപാടി, ഇനി ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ശരിയാവോ, എന്താണ് എനിക്ക് എൻ്റെ ജീവിതത്തിനെ പറ്റി ഒരു എഴുത്തവും പിടുത്തവും ഇല്ലല്ലോ എന്നുള്ള ഒരവസ്ഥയാണ് നിങ്ങളുടെ ആൾക്കുള്ളത്. പക്ഷെ ഇതിനെപ്പറ്റി ഇപ്പൊ വേറെ ആരെങ്കിലും ചോദിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കുറ്റക്കാരിയാക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റക്കാരന്മാരാക്കും. അങ്ങനെയുള്ള പരിപാടികൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഇവരെ തിരുത്താൻ, ഇത് ഇപ്പൊ നിങ്ങളുടെ പേഴ്സണെ തിരുത്താൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളിപ്പോ തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്ന ആളുകളായിരിക്കണം. നിങ്ങളുടെ പേഴ്സണെ ഇപ്പൊ അംഗീകാരം, അത് ഇപ്പൊ പുകഴ്ത്തല് കാര്യങ്ങളൊക്കെ ഓക്കെ, അല്ലാതെ ഇപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വ്യക്തി ഇല്ലേ, അപ്പൊ എന്നെ എന്തിനാണ് സ്നേഹിച്ചത്, എന്റെ കൂടെ നിന്ന് നിങ്ങൾ അങ്ങനെ എന്തിനാ ചെയ്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ തള്ളിക്കളയും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ അതൊന്നും എന്താ പറയാ അവരുടെ അടുത്ത് വിലപ്പോവില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. കാരണം ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി വളരെയധികം ശക്തമായിട്ടുള്ള, വളരെയധികം പല കാര്യങ്ങളും ചെയ്യാൻ അറിയാവുന്ന, പല കാര്യങ്ങൾക്കും, അതായത് ഇപ്പൊ എന്താണ് ഇവരുടെ കൂടെ വേറെ ഇവർക്ക് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ അവിടെ തേർഡ് പാർട്ടിയാണെന്ന് തോന്നുന്നു. കാരണം ഇവർക്ക് വേറെ ആളുകളായിട്ടൊക്കെ ഉള്ള ഇടപാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയും കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും ചിന്തിക്കുന്നത്, ഞാൻ ഇതിൻ്റെ അകത്ത് സന്തോഷം കണ്ടെത്തണം, ഞാൻ ഇതിൻ്റെ അകത്ത് എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കണ്ടെത്തണം. പക്ഷെ ഇപ്പോഴും പുള്ളിക്കൊരു, അല്ലെങ്കിൽ പുള്ളിക്കാരത്തിക്ക്, ഈ മച്ചമ്പിക്ക് ഇപ്പോഴും ഒരു അറിവുണ്ടായിട്ടില്ല, എന്റെ കാലിന്റെ അണ്ടറിലെ മണ്ണ് പോയിക്കൊണ്ടിരിക്കുവാണല്ലോ. മനസ്സിലായോ? ഈ സോപ്പിട്ട് പതപ്പിച്ചുള്ള പരിപാടികളൊക്കെ ഈ തേർഡ് പാർട്ടിക്ക് നല്ല രീതിക്ക് അറിയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നൈസായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ നിങ്ങളുടെ പേഴ്സൺ അറിയാതെ ഈ തേർഡ് പാർട്ടിക്കും ഒരുപാട് സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാവുന്നതാണ്. ഒരുപാട് സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് എന്താ പറയാ, അത് ചിലപ്പോൾ വ്യക്തികളാകാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ സമൂഹം അറിഞ്ഞാൽ തെറ്റിദ്ധരിക്കുന്ന എന്തെങ്കിലും പരിപാടികളാകാം. അങ്ങനെയുള്ള പരിപാടികൾ നിങ്ങളുടെ പേഴ്സന്റെ കയ്യിലും ഉണ്ട്, ഈ പറയുന്ന തേർഡ് പാർട്ടിയുടെ കയ്യിലും ഉണ്ട്. ഓക്കെ, പെട്ടെന്നൊന്നും ഇതിന്ന് എന്താ പറയാ പിന്മാറാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിലും വീണ്ടും തേർഡ് പാർട്ടി ഇത്തിരി എന്താ പറയാ ഇത്തിരി ഇങ്ങനെ ഇരയൊക്കെ ഇട്ട് കൊടുത്ത് വീണ്ടും അവിടെ ഇങ്ങനെ നിർത്തും.
കാരണം ഈ തേർഡ് പാർട്ടിക്ക് അറിയാം നിങ്ങളുടെ പേഴ്സന്റെ സ്വഭാവ കാര്യങ്ങൾ ഫുൾ അറിയാം, നിങ്ങളുടെ പേഴ്സന്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അറിയാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ടോട്ടലി ഉള്ള എല്ലാ പരിപാടികളും അറിയാം. സോ അവരുദ്ദേശിക്കുന്നത് ഈ ആളെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്നത് ഈ ആളെ കൊണ്ട് എന്തെല്ലാം പരിപാടികൾ എനിക്ക് നടത്തിക്കാമെന്നാണ്. രണ്ടുപേരും വിചാരിക്കുന്നത് ഇവരെ കൊണ്ട് എങ്ങനെ എനിക്ക് നടത്തിക്കാം, ഇവര് വിചാരിക്കുന്നത് അവരെ കൊണ്ട് എങ്ങനെ നടത്തിക്കാം. ഇതിൻ്റെ അകത്ത് പ്രാക്ടിക്കലായിട്ട് നടന്നു പോകുന്ന കാര്യങ്ങൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സന്റെ കയ്യിൽ നിന്ന് പല കാര്യങ്ങളും കൊടുക്കുന്നതാണ്. അല്ലാതെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, സാമ്പത്തികമായിട്ടോ തീരെയില്ല. മനസ്സിലായോ? ഇവിടെ നിന്നുള്ളത് അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് പല കാര്യങ്ങളും. അത് ചീറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു ചീറ്റിംഗ് എനർജി തേർഡ് പാർട്ടിയുടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പ്രതീക്ഷകളെല്ലാം, അതായത് ഒരുപാട് ഡ്രീം ആയിട്ടൊക്കെ കൊണ്ടുനടക്കുന്ന ഒരു കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ ജീവിതത്തിൽ ഉണ്ടാകാം. അതും ഒക്കെ തേടി പോയതായിരിക്കാം, അതും ഒന്നും നടക്കാത്ത അവസ്ഥ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ പോകാൻ ശ്രമിച്ചാലും പിന്നെയും അവിടെ സ്റ്റക്ക് എനർജി വീണ്ടും വീണ്ടും അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കേ, എനിക്ക് വയ്യ. അതായത് നിങ്ങളുടെ പേഴ്സണെ കുറെ കാര്യങ്ങളിൽ മയങ്ങിയിരിക്കുന്ന പോലെയാണ്. ചിലപ്പോൾ അവരുടെ ഏതെങ്കിലും ഒരു എന്താ പറയാ ഫിസിക്കൽ അപ്പിയറൻസിലാകാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും അവർ കാണിച്ചു കൂട്ടുന്ന എന്തെങ്കിലും കോപ്രായത്തിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ എന്തെങ്കിലും എന്തോ സംതിങ് എന്തെങ്കിലും പരിപാടിയിലോട്ട് മയങ്ങിയിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു വലവീശല് അകപ്പെട്ട പോലെ, അങ്ങനെയുള്ള പരിപാടി. ഈ വലവീശലിലൊക്കെ അകപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ തേർഡ് പാർട്ടിനെ മുഴുവനും കുറ്റം പറയുമ്പോഴേ, വല വീശാനായിട്ട് അവിടെ നിൽക്കുമ്പോൾ അവിടെ നിന്നു കൊടുത്തിട്ടല്ലേ. ആ ഒരു പോയിന്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. മനസ്സിലായോ? അപ്പൊ നമ്മൾ അവിടെ നിന്ന് കൊടുക്കുമ്പോൾ പല ആളുകളും വല വീശാനൊക്കെ ആയിട്ട് നോക്കും. അപ്പൊ അവിടെ അതിന്റെ അടിയിൽ തന്നെ ഇവര് ശ്രമിക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ അവര് വന്ന് നിൽക്കുന്നവർ കൊണ്ടുപോകും. അങ്ങനെയുള്ള പരിപാടികളുണ്ടോ? അപ്പൊ നിന്ന് കൊടുത്തിട്ടാണ് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് വിചാരിക്കുക. തേർഡ് പാർട്ടിനെ മുഴുവനും കുറ്റം പറയാൻ പറ്റത്തില്ല. അല്ലാതെ നമുക്ക് സെൽഫ് ഡിഫെൻസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പല പരിപാടികളും, എനിക്ക് വേറെ ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ഫാമിലി മാനാണ്, ഞാനൊരു ഫാമിലി വുമൺ ആണ്, അല്ലെങ്കിൽ എനിക്ക് കുട്ടികളുണ്ട്, കുടുംബമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ലവർ ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് പല പരിപാടികളും ഉണ്ട്, ഞാൻ കാത്തു സൂക്ഷിക്കുന്ന, എന്നെ ഓർത്തിരിക്കുന്ന, എന്നെ വിശ്വസിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അങ്ങനെയും വിചാരിക്കാം. അങ്ങനെയും പറയാൻ പാടില്ലേ? ഞാനുള്ള കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. എനിക്കുള്ള കാര്യമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു ഫിസിക്കലി ഉള്ള പുറമേ ഉള്ള പല കാര്യങ്ങളിലും ആകൃഷ്ടമായി പോയ ഒരു പരിപാടിയാണ് കാണിക്കുന്നത്. അതവർക്ക് നല്ല രീതിക്ക് എന്താ പറയാ വല വീശി കൊണ്ടുപോകാനും അറിയാം. അങ്ങനെയുള്ള ആളുകളാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് ഇപ്പോ എന്താ പറയാ പുറമേ നിന്നുള്ള ആളുകളെ പറ്റിയുള്ള വഴക്കുകൂടലുകൾ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണേക്കാളും വലിയ ആളാണ്. കാരണം ഇവരെക്കാളും കൂടുതൽ സീക്രട്ട് ആയിട്ടുള്ള ആളുകളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന. മനസ്സിലായോ? അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും, ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഒരു വിചാരമുണ്ട്, നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന ആളുകളോട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന പരിപാടികളുടെ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ തേർഡ് പാർട്ടി തിരിച്ചാണ് വിചാരിക്കുന്നത്. തേർഡ് പാർട്ടി വിചാരിക്കുന്ന ആളുകളോട് മാത്രമേ നിങ്ങളുടെ പേഴ്സൺ മിണ്ടാൻ പാടുള്ളൂ. തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്ന രീതിയിലേ നിങ്ങളുടെ പേഴ്സൺ ജീവിതം ജീവിക്കാവുള്ളൂ. തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്ന പരിപാടികളാണ് നിങ്ങളുടെ പേഴ്സൺ ചെയ്യാൻ പാടുള്ളൂ. അതായത് മണിച്ചിത്രത്താഴില് കുതിരോട്ടം പപ്പുവിനെ പറയണ പോലെ
വെള്ളം വെള്ളം, അപ്പൊ അവിടെ നിൽക്കണം. അതുപോലത്തെ പരിപാടിയാണ് ഇവിടെ കാണുന്നത്. എന്താ പറയുക, അതായത് നിങ്ങളുടെ പേഴ്സൺ ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എവിടെ വരക്കുന്നുവോ അവിടെ എല്ലാ പരിപാടികളും നടത്തണം. എന്തും എല്ലാ കാര്യങ്ങളും അവർ വിചാരിക്കുന്ന പോലെ നടത്തണം. ഇവിടെ നേരെ മറിച്ച് നിങ്ങളുടെ തേർഡ് പാർട്ടി വരക്കും, അതിൽ കൂടി മാത്രം സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകണം. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് തർക്കങ്ങൾ നല്ല രീതിക്ക് വരുന്നുണ്ട്. നല്ല രീതിക്ക് തർക്കങ്ങൾ, പുറമേയുള്ള എനർജികളെ പറ്റിയുള്ള തർക്കങ്ങൾ, പാസ്റ്റ് ഇപ്പം നിങ്ങളെ പറ്റിയാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ പറ്റിയാണെന്നുണ്ടെങ്കിലും ഉള്ള തർക്കങ്ങൾ, കുടുംബ വിഷയത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞുള്ള തർക്കങ്ങൾ, ഫ്രണ്ട്സിന്റെ കാര്യങ്ങൾ പറഞ്ഞുള്ള തർക്കങ്ങൾ. പിന്നെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇവരുടെ അടുത്ത് മാത്രമല്ലല്ലോ, വേറെ കാര്യങ്ങളിലോട്ടൊക്കെ ഇൻവോൾവ് ആണ്. അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ള തർക്കങ്ങൾ എല്ലാം നല്ല രീതിക്ക് രണ്ട് മച്ചമ്പിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ. നമുക്ക് ഒരൊറ്റ കാർഡ് എടുത്ത് ഒരു ഏഞ്ചൽ മെസ്സേജ് നിങ്ങൾക്കുള്ളത് നോക്കാം, ഓരോരെണ്ണം. ട്രാൻസ്ഫോർമേഷൻ. നിങ്ങൾ ഇപ്പം നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്കായിട്ട് വരാൻ പോവാണ്. അപ്പോൾ അതൊരു പുതിയൊരു തുടക്കമായിരിക്കും. അത് സാമ്പത്തികമാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും, അതുമല്ല ഇപ്പൊ പഠന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും, എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ഒരു പുതിയൊരു തുടക്കം നിങ്ങളിലോട്ട് വരുവാണ്. ഓക്കെ, അപ്പൊ ആ ഒരു പുതിയൊരു തുടക്കം വരുമ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലിറ്റിൽ ബിറ്റ് ആയിട്ട് ഇത്തിരി വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഇതിന്റെ മുന്നോടിയായിട്ടാണെന്ന് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അല്ലാതെ നിങ്ങളെ ദൈവം കൈവിട്ടു, നിങ്ങൾക്ക് പ്രപഞ്ചം നിങ്ങളുടെ കൂടെ ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിചാരിക്കണ്ട. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാ ആളുകളുടെ എനർജി ഉണ്ടാവും. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. ഓക്കെ, ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.